പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. പുറപ്പാട് പുസ്തകം 31 അധ്യായം 5 വാക്യം. ഞാൻ അവനെ ദിവ്യ ആത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവമാ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി തരുന്നത്. പ്രിയരെ, നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവത്രേ നമ്മെ ബലപ്പെടുത്തുന്നത്. കർത്താവ് ഇവിടെ ഇതാ ബെസലേലിനെ തിരഞ്ഞെടുക്കുമ്പോൾ ബെസലേലിന് അതുവരെ ചെയ്യാൻ കഴിയാത്ത, അതുവരെ അറിയാത്ത ഒരു വേല ചെയ്യാൻ ദൈവം കൃപ കൊടുത്തു. അവനെ ദൈവം ഒരു വേലയ്ക്കാക്കി വെച്ചു. വേലയ്ക്കാക്കി വെക്കുക മാത്രമല്ല, ആ വേല ചെയ്യാനുള്ള അറിവും ജ്ഞാനവും ബുദ്ധിയും സകലവിധ സാമർത്ഥ്യവും അവന് കൊടുത്തു. ഹല്ലേലൂയ. നാം യെശയ്യാ പ്രവചനം വായിക്കുമ്പോൾ ഒരു വാക്യം ഇങ്ങനെയുണ്ട്. യെശയ്യാ പ്രവചനം 48:17 പറയുന്നു, ശുഭകരമായി പ്രവർത്തിപ്പാൻ നിന്നെ അഭ്യസിപ്പിക്കുന്ന ദൈവം. 144 സങ്കീർത്തനത്തിൽ പറയുന്നു, പോരിന് എൻ്റെ കൈകളെയും അല്ലെങ്കിൽ യുദ്ധത്തിന് എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം നമ്മെ പരിശീലിപ്പിക്കുന്ന, നമ്മെ സഹായിക്കുന്ന, നമ്മെ പഠിപ്പിക്കുന്ന ദൈവം അത്രേ. നമ്മുടെ ബുദ്ധിയെക്കാട്ടിലും നമ്മുടെ ചിന്താമണ്ഡലത്തെക്കാട്ടിലും അധികമായി നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ബലപ്പെടുത്തും. നമ്മെ ഒരു സമൂഹത്തിൽ ഒരു പദവിയിൽ ദൈവമാണോ ആക്കിയിരിക്കുന്നത്, ആ പദവി നിർവഹിക്കുവാൻ, അത് നന്നായി ചെയ്യുവാനുള്ള വിശേഷ ബുദ്ധി ദൈവം തരും. ഇവിടെ ഇതാ ദൈവം തൻ്റെ ദാസനായ ഹൂരിൻ്റെ മകനെ തിരഞ്ഞെടുത്തു. എന്താ അവൻ്റെ പ്രത്യേകത? ഹൂര് ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് കൈത്താങ്ങൽ കൊടുത്ത വ്യക്തി എത്രേ. മോശയുടെ കൂടെ മോശയുടെ കരത്തെ താങ്ങിപ്പിടിച്ച വ്യക്തി, കൈത്താങ്ങൽ കൊടുത്ത വ്യക്തി, പ്രാർത്ഥനയിൽ കൂടെ ഇരുന്ന വ്യക്തി, അവൻ്റെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചത്. അങ്ങനെയെങ്കിൽ ഇന്ന് പ്രാരംഭത്തിൽ തന്നെ പരിശുദ്ധ ആത്മാവ് ഒരു ദൂത് പറയുന്നു, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു വിചാരമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, നിൻ്റെ തലമുറകളെ ദൈവം ഒരു നാളും കൈവിടത്തില്ല. രാത്രിയുടെ യാമാരംഭത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങളുടെ തലമുറകളെ കർത്താവ് ഒരു നാളും കൈവിടത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒരു ഹന്നയ്ക്ക് വേണ്ടി പ്രവചിക്കുന്ന ഒരു ശമൂവേലിനെ കൊടുത്ത ദൈവം ഇന്ന് പകൽക്കാലവും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ വിശ്വസ്തനായ ദൈവമത്രേ. മുഴങ്കാലിലിരുന്നു കൊണ്ട് ദിനവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ ദൈവം ഒരു നാളും കൈവിടത്തില്ല. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഹല്ലേലൂയ പതിവായി പ്രാർത്ഥിക്കുന്ന ഒരു ദാനിയേലിനെ ദൈവം നിന്നയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിനക്ക് മറുപടിയുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ എൻ്റെ ദൈവം വിശ്വസ്തനാ. പ്രാർത്ഥിക്കുന്ന ഹൂരിൻ്റെ തലമുറയെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. അവൻ്റെ കഴിവിനെക്കാട്ടിലും അവൻ്റെ ശക്തിയെക്കാട്ടിലും അവനുള്ള വിദ്യാഭ്യാസത്തെക്കാട്ടിലും വലിയൊരു വേല ദൈവം ഏൽപ്പിച്ചു. അതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ഒരു വേല ദൈവം ആ തലമുറയെ ഏൽപ്പിച്ചു. പ്രിയ ഹല്ലേലൂയ സഹോദര, നീ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിയാണോ? ദൈവം ഈ ദിവസങ്ങളിൽ നിനക്ക് നീ ചിന്തിക്കുന്നതിലും അപ്പുറത്തൊരു വേല തരാൻ, മാനിക്കപ്പെട്ട ഒരു ജോലി തരാൻ, ഒരു പദവി തരാൻ വിശ്വസ്തന. ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായി പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി പുത്തൻ വഴികളെ തുറക്കാൻ എൻ്റെ ദൈവം വിശ്വസ്തന. വഴി തുറക്കുക മാത്രമല്ല, ഇതാ തിരുവചനം പറയുന്നു, പരിശുദ്ധ ആത്മാവിനാൽ, ദിവ്യ ആത്മാവിനാൽ അതിനുള്ള കഴിവ് തരും. പ്രിയരെ, ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം. നിൻ്റെ മേൽ അഭിഷേകത്തിൻ്റെ ശക്തി വെളിപ്പെട്ട് കഴിയുമ്പോൾ നിന്നെ ഏൽപ്പിച്ച വേല ചെയ്യാനുള്ള അറിവ് ദൈവം തരും, ജ്ഞാനം തരും. ഹല്ലേലൂയ. അതിനുള്ള വിസ്ഡം, ഹല്ലേലൂയ, ബുദ്ധി ദൈവം തരും. ഹല്ലേലൂയ. മനസ്സിലാക്കാനുള്ള കഴിവ് മാത്രമല്ല, അതിനുള്ള സാമർത്ഥ്യവും ദൈവം തരും. ഈ രാവിലെ എത്ര പേരൊന്ന് ആമീൻ പറയും? നിങ്ങൾക്കൊരു പദവി തരിക മാത്രമല്ല, അത് ചെയ്യാനുള്ള എല്ലാ കഴിവും ദൈവം തരും. ദൈവം നിങ്ങളെ പരിശീലിപ്പിക്കും. ദൈവം നിങ്ങളുടെ കരം പിടിച്ച് നിങ്ങളെ നടത്തും. നിങ്ങൾ വാ തുറക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണമെന്ന് ദൈവം നിങ്ങളെ പഠിപ്പിക്കും. ഈ പകൽക്കാലം ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ, നിങ്ങൾ വാ തുറക്കുമ്പോൾ നിങ്ങളുടെ വായിലൂടെ കർത്താവ് സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ടി ഫേവർ ലഭിക്കും. നിങ്ങളൊരു ജോലി ചെയ്യുന്ന വ്യക്തിയാണോ, അതിനുള്ള കഴിവ് ദൈവം തരും. നിങ്ങൾ പഠിക്കുന്ന ഹല്ലേലൂയ കുഞ്ഞുങ്ങളാണോ, നിങ്ങൾക്ക് വേണ്ടി ദൈവിക ജ്ഞാനം ദൈവം തരും. അറിവും ജ്ഞാനവും ബുദ്ധിയും തരിക മാത്രമല്ല, നിങ്ങളെ ഏൽപ്പിച്ച വേലയിൽ ശോഭിപ്പാൻ ദൈവം ഇടയാക്കും. തിരുവചനം പറയുന്നു, ശുഭകരമായി പ്രവർത്തിക്കാൻ, ശുഭകരമായി പ്രവർത്തിക്കാൻ. നിന്നെ നോക്കി കുറ്റം പറയാൻ, നിന്നെ നോക്കി കളിയാക്കാൻ, നിന്നെ നോക്കി
ഭീഷണിപ്പെടുത്താൻ ഒരു ശത്രുവിനെയും കർത്താവ് അനുവദിക്കത്തില്ല. ഇന്ന് പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. അവൻ കൂടെയുണ്ട്. സമ്പത്തുണ്ടാകാൻ ശക്തി തരുന്ന ദൈവം, ജോലി ചെയ്യാൻ ശക്തി തരുന്ന ദൈവം, അറിവും ജ്ഞാനവും സാമർത്ഥ്യവും തരുന്ന ദൈവം, അവൻ നമ്മുടെ കർത്താവാ, അവൻ നമ്മുടെ അപ്പയാ. അവൻ്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ? എന്നെക്കൊണ്ട് പറ്റത്തില്ല, എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്ന് ആരെങ്കിലുമൊക്കെ പറയുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. കർത്താവ് പറയുന്നു, നിന്നെ ശക്തനാക്കുന്ന ആ ദൈവം കൂടെയുണ്ട്. ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പറയുമോ? ഒന്ന് പ്രാർത്ഥിക്കുമോ? പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുമോ? നിന്ദിച്ചവരുടെ നടുവിൽ, കുറ്റം പറഞ്ഞവരുടെ നടുവിൽ മേശയൊരുക്കി ഈ ദിവസങ്ങളിൽ നിന്നെ മാനിപ്പാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. അതുകൊണ്ട് നിങ്ങൾ ആ കൈ ഒന്ന് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടൊന്ന് പറഞ്ഞാട്ട്, ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു. എന്നെ ശക്തനാക്കുന്ന യേശു എൻ്റെ ജോലിയിൽ എന്നെ ശക്തീകരിക്കും, എൻ്റെ കുടുംബത്തിൽ എന്നെ ശക്തീകരിക്കും, ഞാൻ ആയിരിക്കുന്ന ഏത് സ്ഥലത്തും എനിക്കതിനുള്ള ബലം തന്ന് എന്നെ മാനിക്കും. നമ്മുടെ കർത്താവ് വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ. നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.